പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ 3 അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചു. അതിനുശേഷം ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് ലേറ്റ് രജിസ്ട്രേഷനും എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരവും കൊടുത്തു. എഡിറ്റിംഗ് ചെയ്ത വിദ്യാർത്ഥികളെയും ഹയർ ഓപ്ഷൻ നിലനിർത്തി തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയും ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അവരെയൊക്കെ ഇതിലേക്ക് പരിഗണിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എയ്ഡഡ് കോഴ്സ് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സും എയ്ഡഡ് കോഴ്സാണ്. എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകൾ ഒഴികെ ബാക്കിയെല്ലാം എയ്ഡഡ് കോഴ്സുകളാണ്. എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുണ്ടാവും. ഓക്കെ, ഇതിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2 തരമുണ്ട്. ഓക്കെ, 2 തരമുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോഴ്സിലേക്ക് നടക്കാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷനാണ്. ആ റാങ്ക് ലിസ്റ്റ് ജൂലൈ 24 പബ്ലിഷ് ചെയ്യും. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 എയ്ഡഡ് പ്രോഗ്രാമുകൾ മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. അതിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഉൾപ്പെടില്ല. അതിൽ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സും എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സ് ഉൾപ്പെടും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 21-ാം തീയതി ജൂലൈ 21 നാളെ വൈകുന്നേരം 5 മണിക്കാണ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സാധ്യത പറയുന്നത്? സ്റ്റുഡൻസ് ലോഗിന് ജൂലൈ 21 മുതൽ വൈകുന്നേരം 5 മണി മുതൽ ലഭ്യമാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നാളെ ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പങ്കുവെക്കുന്നതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതാണ്. ആ കാര്യങ്ങൾ അതേ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാൻ എത്തുന്നത് വരെ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.